ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. നമുക്കറിയാം നമ്മളെല്ലാവരും കേട്ടറ്റ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മൾ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കുട്ടികൾക്കൊരു പ്രശ്നമാണ്, കുറേയൊക്കെ പഠിച്ചു, കാര്യമായിട്ട് അങ്ങനെയൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ടൊക്കെ തോന്നുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് PYQ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കൃത്യമായിട്ട് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു സെഷനാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈക്കോളജിയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇതുപോലൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ക്ലാസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കൂടുതൽ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണ്ട, നമ്മുടെ സമയം കളയണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ക്രിയാഗവേഷണം എന്ന പ്രയോഗം ആദ്യം ഉപയോഗിച്ചത് ആരാണ്? ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച്. അപ്പോൾ ക്രിയാഗവേഷണം എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം ആരാണ് ആദ്യമായി ഉപയോഗിച്ചത്? കർട്ട് ലെവിൻ, ഫ്രോയിഡ്, ഗോൾമാൻ, ഫ്രെഡ് എസ് കെല്ലർ. ഇതിൽ ആരാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്ന ഒരു പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്? സാധാരണഗതിയിൽ നമ്മൾ ക്രിയാഗവേഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരാണ്? സ്റ്റീഫൻ എം കൂറിയാണ്. അപ്പം നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഓപ്ഷൻസ് നോക്കും. അങ്ങനെ ഒരാളെ നമുക്ക് അവിടെ കാണാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു പ്രയോഗം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി കർട്ട് ലെവിനാണ്. ക്ഷേത്ര സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിചയപ്പെടുന്ന ഒരാളാണ് കർട്ട് ലെവിൻ. അപ്പോൾ കർട്ട് ലെവിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്രിയാഗവേഷണം എന്ന് പറയുന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സ്റ്റീഫൻ എം കൂറിയാണ്. അതുകൊണ്ട് ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ആൻസർ എന്താണ്? സ്റ്റീഫൻ എം കൂറിയാണ്. ക്ലിയർ ആണല്ലോ? ക്രിയാഗവേഷണം എന്ന് പറയുന്ന പ്രയോഗം ആദ്യം ഉപയോഗിച്ചത് കർട്ട് ലെവിനാണ്. എന്നാൽ ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് സ്റ്റീഫൻ എം കൂറിയാണ്. മാറിപ്പോകരുത്, സ്റ്റീഫൻ എം കൂറി. ഇനി എന്താണ് ആക്ഷൻ റിസർച്ചിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക പ്രശ്നം അനുഭവിക്കുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ എന്താണ്, എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ മലയാളം വായിക്കാനായിട്ട് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പ് അതല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികൾ നേരിടുന്ന പ്രശ്നം അധ്യാപിക മനസ്സിലാക്കുന്നു, അത് പരിഹരിക്കാനായിട്ട് ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇതാണ് ക്രിയാഗവേഷണം. ക്ലിയർ ആണല്ലോ? ഇനി ഇതില് ഫ്രോയിഡിനെ നമുക്ക് പലപ്പോഴായി പരിചയമുള്ള ആളാണ് ഫ്രോയിഡ്. സൈക്കോ അനലറ്റിക് തിയറി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഇനി ഗോൾമാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ ഗോൾമാനെ കാണുന്നത്? ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റുകളാണ് ഗോൾമാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ ഡി, ഫ്രെഡ് എസ് കെല്ലർ, എവിടെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്? കെല്ലർ പ്ലാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താണ് ഈ കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്? വ്യക്തിഗത ബോധന രീതിയാണ് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്താണ്? വ്യത്യസ്തരാണ്. ആരും എന്തല്ല, ഒരുപോലെയല്ല. എല്ലാവരുടെ കഴിവുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യത്യാസം മനസ്സിലാക്കി നമ്മൾ ബോധനം നടത്തുന്ന രീതിയെയാണ് കെല്ലർ പ്ലാൻ അതല്ലെങ്കിൽ വ്യക്തിബോധന രീതി എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു വ്യക്തിക്ക് അവന്റെ കഴിവിന്റെ പ്രാധാന്യം അനുസരിച്ച് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് എന്ന രീതിയിലാണ് ബോധനം നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫ്രെഡ് എസ് കെല്ലർ എന്ന് പറയുന്ന വ്യക്തി കെല്ലർ പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത് വ്യക്തിഗത ബോധന രീതിയാണ്. ഓരോ വ്യക്തികളുടെയും വ്യത്യാസം മനസ്സിലാക്കി എങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോധനം നടത്തുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കർട്ട് ലെവിൻ ആരാണെന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ സ്റ്റീഫൻ എം കൂറിയെ പരിചയപ്പെട്ടു. ഫ്രോയിഡിനെ നമുക്ക് ഓൾറെഡി പരിചയമുണ്ട്. ഗോൾമാനെയും നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ആരെയും കൂടെ അറിയാം? ഫ്രെഡ് എസ് കെല്ലറേയും കൂടെ അറിയാം. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഏതൊരു സമയത്തും PYQ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതെന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് ആരാണ്?
അക്കാദമി. ആരാണ് അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത്? പ്ലാറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, ടാഗോർ. ഇതിൽ ആരാണ് അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിക്കുന്നത്? ആരാണ്? നമുക്ക് നോക്കാം. ആരാണ്? പ്ലേറ്റോയാണ് അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ. അങ്ങനെ സോക്രട്ടീസിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്യുന്നു പ്ലാറ്റോ? അക്കാദമി എന്ന് പറയുന്ന ഒരു വിദ്യാലയം ആരംഭിക്കുന്നു. ഇനി ബാക്കിയുള്ള ആളുകളെ പരിചയമുണ്ടോ? അരിസ്റ്റോട്ടിൽ, ടാഗോർ. അരിസ്റ്റോട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലൊരു വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ട്. ആ വിദ്യാലയത്തിന്റെ പേര് എന്ന് പറയുന്നത് ലൈസിയം എന്നാണ്. ഇപ്പോ ചിലപ്പോൾ അക്കാദമി എന്നായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ചില സമയത്ത് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ലൈസിയം എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണ്ട, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. ഇനി ടാഗോറിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ പോലെ ഒരു വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ട്. ആ വിദ്യാലയത്തിന്റെ പേരാണ് ശാന്തിനികേതൻ. ടാഗോറിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടാഗോർ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന സ്കൂൾ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ടാഗോർ എന്ത് ചെയ്യുന്നത്? ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു വിദ്യാലയം ആരംഭിക്കുന്നത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ശാന്തിനികേതന് 1921 ശാന്തിനികേതൻ എന്തായിട്ട് മാറുകയാണ്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ 1921 ഇത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയായി അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ടാഗോർ തുടങ്ങിയ സമയത്ത് ശാന്തിനികേതനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇത് വിശ്വഭാരതി സർവകലാശാലയായി മാറുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പരിചയപ്പെട്ടു? അക്കാദമി എന്ന് പറയുന്ന ഒരു പേരിൽ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത് പ്ലേറ്റോയാണെന്ന് നമ്മൾ പറഞ്ഞു. ലൈസിയം എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ്. ഇനി ടാഗോർ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരാണ് ശാന്തിനികേതൻ. എന്നാൽ 1921 ശാന്തിനികേതൻ എന്തായിട്ട് മാറുന്നു? വിശ്വഭാരതി സർവകലാശാലയായി മാറുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ. ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ എന്നിവ വിശകലനം ചെയ്യുന്ന പഠന രീതി ഏതാണ്? എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കിയേ. ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന പഠന രീതി ഏതാണ്? ആത്മപരിശോധനാ രീതി, ചികിത്സാ രീതി, നിരീക്ഷണ രീതി, സർവേ രീതി. ഇതിലെ ഏത് രീതി വെച്ചാണ് നമുക്ക് നമ്മുടെ ചിന്തകളെ കുറിച്ച്, വികാരങ്ങളെ കുറിച്ച്, ഉത്കണ്ഠകളെ കുറിച്ച്, ആഗ്രഹങ്ങളെ കുറിച്ചെല്ലാം ഒരു വിശകലനം നടത്താൻ സാധിക്കുന്നത്? ഏത് രീതി അനുസരിച്ചാണ്? ഏത് രീതിയാണ് ആൻസർ വരുന്നത്? നോക്കാം. ഓപ്ഷൻ എ അല്ലേ? ആത്മപരിശോധനാ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഇനി എന്താണ് ഈ ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത്? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മെ കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്ന രീതിയാണ് ആത്മപരിശോധനാ രീതി. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്ക് എന്നെ അറിയാവുന്നതുപോലെ എന്ത് ചെയ്യില്ല, വേറൊരാൾക്കും എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ചിന്തകൾ എന്താണ്, എൻ്റെ ടെൻഷൻസ് എന്താണ്, എൻ്റെ ആഗ്രഹം എന്താണ്, എൻ്റെ പ്രതീക്ഷ എന്താണ്, എൻ്റെ കഴിവെന്താണ്, എൻ്റെ കഴിവുകേട് എന്താണ്, ഇതൊക്കെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. അതൊരു സത്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന പഠന രീതി എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്, ആത്മപരിശോധനാ രീതിയാണ്. ഇനി ആരാണ് ആത്മപരിശോധനാ രീതിയുടെ ഉപജ്ഞാതാവായി വരുന്നത്? ആരാണ്? വില്യം വൂണ്ട്, ഫാദർ ഓഫ് സൈക്കോളജി അല്ലെ? മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വില്യം വൂണ്ടാണ് ആത്മപരിശോധനാ രീതി കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്തത് ഏത് കമ്മീഷനാണ്? എ മുതലിയാർ കമ്മീഷൻ, ബി യശ്പാൽ കമ്മിറ്റി, സി രാധാകൃഷ്ണ കമ്മീഷൻ, ഡി കോത്താരി കമ്മീഷൻ. ഇതിലെ ഏത് കമ്മീഷനാണ്
12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം റെക്കമെൻഡ് ചെയ്തത്? ഏത് കമ്മീഷൻ ആയിരിക്കും? നോക്കാം നമുക്ക്. ഓപ്ഷൻ സി, രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി കമ്മീഷൻസ് പഠിക്കാത്ത ആളാണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇതിന്റെ ഉത്തരം നമുക്ക് ഗസ് ചെയ്ത് പോകാൻ പറ്റും. എങ്ങനെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള കമ്മീഷൻസിൽ ഏതാണോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതായിരിക്കും നമ്മുടെ ഉത്തരമായി വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന കമ്മീഷനാണ് എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി എന്നാണ് ഇത് വരുന്നത്? 1948 രാധാകൃഷ്ണ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അന്നത്തെ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഈ കമ്മീഷൻ പഠനം നടത്തിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള കമ്മീഷൻസ് ഒക്കെ നോക്കിയേ. അതിനുശേഷം വന്നിട്ടുള്ള കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ വരുന്നത് 1952 1952 മുതലിയാർ കമ്മീഷൻ വരുന്നത്. ഇനി എന്താണ് ഈ മുതലിയാർ കമ്മീഷന്റെ പ്രത്യേകത? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെന്തിനെ പറ്റിയാണ് പഠിച്ചിട്ടുള്ളത്? സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയാണ് പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? മുതലിയാർ കമ്മീഷൻ എന്തിനെ പറ്റിയാണ് പഠിച്ചിട്ടുള്ളത്? സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റി. ഇയർ ഓർമ്മയുണ്ടല്ലോ, 1952. ഇനി മൂന്നാമതായിട്ട് വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് 1964 കോത്താരി കമ്മീഷൻ വരുന്നത്. ഇത് ഒരു പ്രത്യേക മേഖലയെ പറ്റിയല്ല, മറിച്ച് എന്താണ്? ഇന്ത്യൻ എഡ്യൂക്കേഷനെ പറ്റിയാണ് ഇവർ മൊത്തത്തിൽ പഠിക്കുന്നത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിലാണ് കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിലാണ് കോത്താരി കമ്മീഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 10+2+3 എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മാതൃക റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് ചില സമയത്ത് എക്സാമിന് ചോദിക്കാറുണ്ട്, അപ്പൊ അത് പഠിച്ചു വെക്കണം. ഇനി ഇതിൽ മറ്റൊരു ചോദ്യമാണ് സാധ്യതയുള്ളത് യശ്പാൽ കമ്മിറ്റിയെ പറ്റി. ഭാരമാകാത്ത പഠനം എന്നറിയപ്പെടുന്നത് യശ്പാൽ കമ്മിറ്റിയാണ്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. എന്താണ് പറഞ്ഞത്? ഭാരമാകാത്ത പഠനം. ആരാണ്? യശ്പാൽ കമ്മിറ്റിയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഭാരമാകാത്ത പഠനം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ സാധാരണഗതിയിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ പറ്റി ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരാറുള്ളൂ. വളരെ ഡെപ്ത് ആയിട്ടുള്ള രീതിയിലൊന്നും ചോദ്യം വരാറില്ല. ചില സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ കമ്മീഷൻ ഏതാണ്, അതല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മീഷന്റെ പേര് ചോദിച്ച് ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതല്ലെങ്കിൽ 10+2+3 എന്ന് പറയുന്ന ഒരു ഫോർമുല റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഏത് കമ്മീഷനാണ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് കമ്മീഷനാണ്, ഈ രീതിയിലൊക്കെയാണ് ചോദിക്കാറുള്ളത്. ക്ലിയർ ആണല്ലോ? എന്താണ് മുതലിയാർ കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി, രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിദ്ധിശോധകത്തിന് ഉദാഹരണം. അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? വാചാ പരീക്ഷ, എഴുത്തു പരീക്ഷ, ബുദ്ധി പരീക്ഷ, ഇവയെല്ലാം. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്? നമ്മൾ ഒരു കാര്യം കുട്ടികൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിലെ അതല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠന ഉദ്ദേശത്തോടു കൂടിയാണോ ആ പാഠഭാഗം അവർക്ക് എടുത്തു കൊടുത്തത്, ആ ഉദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ, ശരിയായ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച് തന്നെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നത്. എത്രത്തോളം അവര് പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ് ആൻസർ വരിക? അല്ലേ? ഡി ആണ് ആൻസർ വരിക. അവിടെ നമുക്ക്
വാചാ പരീക്ഷ ഉപയോഗിക്കാം, എഴുത്തു പരീക്ഷ വേണമെങ്കിൽ കൊടുക്കാം, ബുദ്ധി പരീക്ഷയും ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? സിദ്ധിശോധകവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. ഈ 3 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുട്ടിയുടെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലിയർ ആണല്ലോ? വാചാ പരീക്ഷയും എഴുത്തു പരീക്ഷയും ബുദ്ധി പരീക്ഷയും സിദ്ധിശോധകത്തിന്റെ ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ശക്തി. എന്താണ് പറഞ്ഞത്? ഒരു തൊഴിലിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ശക്തി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അഭിക്ഷമത, സർഗാത്മകത, അഭിപ്രേരണ, സാമൂഹ്യ നൈപുണികൾ. അപ്പൊ നമ്മൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ തൊട്ട് മുൻപേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ നമ്മൾ എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതാറുണ്ട് അല്ലേ? ഇത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? അഭിക്ഷമതയാണോ, സർഗാത്മകതയാണോ, അഭിപ്രേരണയാണോ, സാമൂഹ്യ നൈപുണികളാണോ? ഏതാണ് നമ്മൾ നോക്കുന്നത്? അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ഒരു കോഴ്സ് എടുക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അപ്പൊ ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ടോ എന്ന് അറിയണം. അതിനു വേണ്ടിയാണ് അഭിക്ഷമത പരീക്ഷകള് നടക്കുന്നത്. അപ്പോൾ ഒരു തൊഴിലിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കാനുള്ള ശക്തിയാണ് അഭിക്ഷമത അതല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതുന്ന ഈ എൻട്രൻസ് എക്സാം, അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന കേട്ടറ്റ് എക്സാം, ഇതൊക്കെ ഒരു തരത്തിൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ള ബോധന രീതി. ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ള ബോധന രീതി ഏതാണ്? സഹകരണ പഠനം, മൈക്രോ ടീച്ചിങ്, ക്രമീകൃത പഠനം, സംഘബോധനം. ഇതിലെ ഏത് രീതിയിലാണ് ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ളത്? ഏതാണ്? നമ്മൾ കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണ്. ഇത് നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഏതാണത്? യെസ്, ഓപ്ഷൻ ബി, മൈക്രോ ടീച്ചിങ് അല്ലെ? മൈക്രോ ടീച്ചിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നു, അത് ക്ലാസ്സിൽ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ചില സമയത്ത് റീടീച്ചിങ്ങും കൂടെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഒരു കഴിവ് മാത്രമാണ് ഇവിടെ വികസിപ്പിക്കാൻ പറ്റുന്നത്. അത് മൈക്രോ ടീച്ചിങ് ആണ്. ചിലപ്പോൾ 5-7 മിനിറ്റ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ മൈക്രോ ടീച്ചിങ്ങിന് വേണ്ടി ചിലവാക്കുന്നത്. വളരെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക കഴിവിനെ അടിസ്ഥാനപ്പെടുത്തി ലെസൺ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? കോർ ടീച്ചിങ് സ്കില്ല് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കോർ ടീച്ചിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആരാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്? ആരാണ്? ഡ്വൈറ്റ് അലനാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയേ. സഹകരണ പഠനമുണ്ട്, ക്രമീകൃത പഠനമുണ്ട്, സംഘബോധനമുണ്ട്. ഇതില് ക്രമീകൃത പഠനം നമ്മൾ പലപ്പോഴായി പരിചയപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്രമീകൃത പഠനം, അതല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയും അല്ലെ? സ്കിന്നറിന്റെ കോൺസെപ്റ്റ് ആണത്. സ്കിന്നറിന്റെ കോൺസെപ്റ്റ് ആണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ടീം ടീച്ചിങ്. എന്താണ് ടീം ടീച്ചിങ് അല്ലെങ്കിൽ സംഘബോധനം എന്ന് പറയുന്നത്? ഒരു കൂട്ടം അധ്യാപകർ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ടീച്ചിങ് ആണ് ടീം ടീച്ചിങ്. ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ് റൂമിൽ എന്താണ് കണ്ടിട്ടുള്ളത്? ഒരു ടീച്ചർ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ ക്ലാസ് എടുക്കുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ടീം ടീച്ചിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുക. അവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങുമ്പോഴുള്ള അവസ്ഥ,
ഇനി അതിൻ്റെ മുഴുനീളം അതിലെന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരേ ടോപ്പിക്കിന് തന്നെ എന്ത് ചെയ്യുന്നു, പല പല ടോപ്പിക്കുകളായി തിരിച്ച് പല പല അധ്യാപകര് ആ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ എന്ത് ചെയ്യുന്നു, 5 or 6 അധ്യാപകര് ടീച്ചിങ് നടത്തുന്ന രീതിയാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങാനായിട്ടുള്ള കാരണങ്ങൾ മാത്രമാണ് എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അതിൻ്റെ കാരണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. ഇനി വേറൊരു ടീച്ചർക്ക് എന്തറിയുന്നുണ്ടാവും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിട്ടുള്ള ഈവൻറ്റുകൾ നല്ലപോലെ അറിയുന്നുണ്ടാവും, നല്ല രീതിയിൽ അത് പഠിപ്പിക്കാനും അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഞാൻ കാരണങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം ആ ടീച്ചർ വന്നിട്ട് സെയിം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് എടുക്കുന്നു. ഇതാണ് സംഘബോധനത്തിൽ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രം. സൈക്കോളജി പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, നമുക്ക് ചില ഓർമ്മിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ അത്യാവശ്യമാണ്. കാരണം സൈക്കോളജിയിൽ നമ്മൾ കുറേ തിയറികൾ പഠിക്കുന്നുണ്ട്, കുറേ പുതിയ അതിഥികളെ പരിചയപ്പെടുന്നുണ്ട്, കുറേ വീട്ടിലേക്ക് നമ്മൾ കയറുന്നുണ്ട്, ആ വീട്ടിൽ കുറേ ആശയങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിർത്തണമെങ്കിൽ നമുക്ക് ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. ഈ തന്ത്രങ്ങളെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നിമോണിക്സ്, വായന, കൂടിയിരുന്നുള്ള പഠനം, എഴുത്ത്. ഇതിലെ എന്താണ് പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഇതാണ്. സിമ്പിൾ ആണല്ലേ? നിമോണിക്സ് അല്ലേ? നിമോണിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിമോണിക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രീക്ക് വേർഡാണ്. ഇനി എന്താണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്? പുനഃസ്മരണ സഹായി. നമ്മൾ ഒരിക്കൽ പഠിച്ചെടുത്ത കാര്യം നമുക്ക് എന്താണ് ഭാവിയിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അതിനെയാണ് നിമോണിക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ചങ്കിങ് ഒരു തന്ത്രമാണ്. അതുപോലെ തന്നെ സ്ഥാന രീതി ഉപയോഗിക്കാറുണ്ട്, പെഗ്വേഡ് രീതിയുണ്ട്, ആദ്യാക്ഷര തന്ത്രം, കഥാകഥന ബന്ധിത രീതി, താളനിബന്ധത, ഇങ്ങനെ കുറേ അധികം തന്ത്രങ്ങൾ നമുക്ക് എവിടെ നോക്കാനുണ്ട്? ഈ നിമോണിക്സ് ടെക്നിക്സിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ സംഖ്യകൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ചങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പം 10 അക്കമുള്ള ഒരു മൊബൈൽ നമ്പറാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ 2 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുന്നു. 10 നമ്പേഴ്സ് ഉണ്ട്, അതിനെ 5 വീതമുള്ള 2 സെറ്റാക്കി നമ്മൾ ഓർത്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു തന്ത്രത്തിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ചങ്കിങ് എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരി ഉത്തരം കണ്ടെത്താൻ അരുണിന് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൻ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുകയും ശരിയുത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി നമുക്കിതിനെ ബന്ധപ്പെടുത്താം? എന്തുണ്ടായത്? അരുൺ എന്ന് പറയുന്ന കുട്ടിക്ക് എന്ത് ചെയ്തു? ക്ലാസ്സിൽ ഗണിത പസിലിന് ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ കണ്ടെത്താൻ പറ്റാതെ ആയപ്പോൾ മൂപ്പർക്ക് ഒരുപാട് സങ്കടമായി. വീട്ടിലെത്തിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു? ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് കിട്ടുന്നു? ഒരു ബൾബ് കത്തുന്നു. ബൾബ് കത്തിയപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? വേഗം പോയി ആ ഗണിത പസിലിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നു. ഇനി ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി നമുക്ക് ബന്ധപ്പെടുത്താം? ഈ ഒരു സിറ്റുവേഷൻ ആണ്. ഇതിനെ നമുക്ക് ഏതുമായാണ് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്? ശ്രമപരാജയ പഠനം, നിരീക്ഷണ പഠനം, ഉൾക്കാഴ്ച പഠനം, ആവർത്തന പഠനം. ഇവിടെ എന്തുണ്ടായിട്ടുള്ളത്? ഒരു ബൾബ് ബൾബ് കത്തുന്ന ഒരു അവസ്ഥയാണല്ലേ ഉണ്ടായിട്ടുള്ളത്. അതുവരെ ആലോചിച്ചിരുന്നപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്താണ്? ഒരു ലഡു പൊട്ടുന്നു. ഇത് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഉൾക്കാഴ്ച പഠനം അല്ലേ? നമ്മുടെ
ചിമ്പാൻസിക്ക് ഉണ്ടായ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ആർക്കും ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ അരുണിനും ഉണ്ടായിട്ടുള്ളത്. ചിമ്പാൻസിനെ കൂട്ടിലടച്ചു, പുറത്തെന്താണ് വാഴപ്പഴം വെച്ചു, മൂപ്പരുടെ കൂട്ടിൽ ഒരു വടി ഇരിപ്പുണ്ട്. മൂപ്പർക്ക് ആദ്യം ഇതൊന്നും മനസ്സിലായില്ല, കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ചിരുന്നു. പെട്ടെന്നാണ് ഈ വടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പഴം എളുപ്പത്തിൽ കിട്ടൂലോ എന്നുള്ളൊരു ആശയം മൂപ്പരുടെ മനസ്സിലേക്ക് വരുന്നത്. അത് തന്നെയാണ് ഇവിടെ അരുണിനും സംഭവിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഉൾക്കാഴ്ച പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം ശ്രമപരാജയ പഠനത്തിൽ എങ്ങനെയാണ്, നമുക്കറിയാം അല്ലെ, പൂച്ച മീനെടുക്കാൻ പോയ കഥ. അവിടെ പൂച്ച കുറേ തവണ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് എപ്പോഴോ എന്ത് ചെയ്യുന്നു, പൂച്ച മീനിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അത് എപ്പോഴോ വന്നു പോയൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് വന്നതെന്ന് ഇപ്പോൾ മൂപ്പർക്കും പൂച്ചയ്ക്കും അറിയില്ല. അങ്ങനെ മൂപ്പരൻ എന്ത് ചെയ്യുന്നു, പിന്നെയും കൂട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ മൂപ്പര് കുറെ ഇങ്ങനെ പരക്കം പായും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്യപ്പെടുന്നു, ഡോർ തുറക്കപ്പെടുന്നു, മീൻ എടുക്കുന്നു. അപ്പോൾ കുറെ ശ്രമിച്ചതിന്റെ ഭാഗമായി എന്തുണ്ടാവുകയാണ്, അവിടെ വിജയത്തിലെത്തുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ശ്രമപരാജയ പഠനത്തിൽ കാണാൻ പറ്റുന്നത്. ഇനി നിരീക്ഷണ പഠനത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ പാറ്റേൺ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടൻഷൻ ചെയ്യുന്നു, നമ്മുടെ മെമ്മറിയിൽ നിലനിർത്തുന്നു. ചിലപ്പോൾ സിനിമയിൽ കണ്ട എന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ നടിയോ നടനോ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളായിരിക്കും. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച കാര്യം നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷിച്ചു വെച്ചു. ആവശ്യമുള്ള സമയത്ത് നമ്മളത് പറയുന്നു. എന്താ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, നമ്മെ ചീത്ത പറയുന്നു. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മളെ വഴക്ക് പറയുന്നു, ഇങ്ങനെയൊക്കെയാണോ അവിടെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പൊ കുട്ടി മനസ്സിലാക്കണ, ഇനി ഇത് പറയാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ നിന്ന് അടി കിട്ടും. അപ്പൊ പൊതുവെ എന്താണ്, ആ കുട്ടി ആ ഒരു സംസാരം അവിടെ നിർത്തുന്നു. ഇനി ചിലപ്പോഴെന്താണ്, ഇങ്ങനെ നമ്മൾ നിരീക്ഷണത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അപ്രിസിയേഷനും എല്ലാവരും ചിരിക്കും, കൺഗ്രാജുലേഷനും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ വരുന്നത്. ആൽബർട്ട് ബന്ദൂരയാണ് ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ആവർത്തന പഠനത്തിനൊന്നുമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൽ കൂടെ പഠിക്കുന്നതാണ് ആവർത്തന പഠനം എന്ന് പറയുന്നത്. ഞാനൊരു മാങ്ങയുടെ ഒരു ചിത്രം കാണിച്ചിട്ട് നിങ്ങളോട് പറയാണ്, ഇതാണ് മാങ്ങ എന്നൊരു 10 തവണ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, 11ാമത്തെ തവണ ഞാൻ ഈ മാങ്ങയുടെ ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയും അത് മാങ്ങയാണ്. മാങ്ങ എന്താണെന്നോ അത് ഏത് നിറത്തിലുള്ളതാണെന്നോ അതിന്റെ പ്രത്യേകത എന്താണെന്നോ ഒന്നും തന്നെ കുട്ടിക്ക് അറിയില്ല. എന്തു മാത്രമേ കുട്ടിക്ക് അറിയുള്ളൂ, ആ ചിത്രം എന്ന് പറയുന്നത് മാങ്ങയാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ആവർത്തന പഠനത്തിന്റെ പ്രത്യേകത. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യകാല ബാല്യത്തിലുള്ള കുട്ടിയുടെ ഭൗതിക വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനം. ആദ്യകാല ബാല്യത്തിലുള്ള കുട്ടിയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടിയുടെ വയസ്സ് ഏകദേശം എത്രയായിരിക്കും, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ആ കുട്ടിയുടെ സ്വഭാവത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും, ഭൗതിക വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ജിജ്ഞാസ, നിർമ്മാണപരത, കളിയിലുള്ള താല്പര്യം, ഇവയെല്ലാം ഒരു 3 വയസ്സുകാരനെ അതല്ലെങ്കിൽ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തിനുള്ളത് കൂടുതലാണ്, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇപ്പൊ എന്താ പറഞ്ഞേ, ആരാ അങ്ങോട്ട് പോയത്, അവിടെ എന്താ അങ്ങനെ ഉണ്ടായത്, സൂര്യൻ എന്താ ഇങ്ങനെ വന്നത്, ആ പൂവിന്റെ നിറം എന്താ ഇങ്ങനെ ആയത്, ഇതൊക്കെ വരുന്നത് അവരുടെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ വളരെ ചെറിയ കുട്ടികളിലാണ് ഇങ്ങനെ ഒരു ടെൻഡൻസി കാണാറുള്ളത്. ഇനി അടുത്തത് നോക്കിയേ, നിർമ്മാണപരത, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും നിർമ്മിക്കാനും ഒക്കെ ആയിട്ടുള്ള ടെൻഡൻസി, അതിനുള്ള ഒരു ത്വര അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇനി അവർക്ക് എന്താണ്, പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒന്നും അവർ ടെൻഷൻ അടിക്കുന്നില്ല, മറിച്ച് എന്താണ്, അവർ കളിച്ച് നടക്കുന്ന പ്രായമാണ്. അവർക്ക് എപ്പോഴും എന്താണ്, കളിക്കാനായിട്ടുള്ള താല്പര്യമായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ആദ്യകാല ബാല്യത്തിലുള്ള കുട്ടിയുടെ ഭൗതിക വികസനത്തിൽ ജിജ്ഞാസ, നിർമ്മാണപരത, കളിയിലുള്ള താല്പര്യം, ഇതൊക്കെ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമുക്ക് എന്ത് മനസ്സിലായി? സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 മാർക്കും വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കുറെ തിയറി പഠിക്കാനുണ്ട്,
പക്ഷെ അത് നല്ല രീതിയിൽ കഥയിൽ കൂടെയും അതേപോലെ തന്നെ കുറേ ട്രിക്സും ടിപ്സും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യേണ്ട സമയമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഒരു സ്മാർട്ട് ലേണിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി എന്ത് ചെയ്യരുത്, ആരും പോയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സൈക്കോളജി ടെക്സ്റ്റ് എടുത്ത് അതിൻ്റെ A to Z കാര്യങ്ങൾ വായിക്കാനിരിക്കരുത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാം. അതുമായി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു PYQ സെഷനിൽ കാണാം. ബൈ ബൈ.